നന്ദകിഷോർ. കഥ രചന ജെസി ജോൺ. വായന ഷഫീഖ് ആദിക്കോട്. ജീവിതത്തിന്റെ തിരക്കുകൾക്ക് ശേഷം അവളുടെ ജീവിതത്തിൽ വല്ലാത്ത ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടു. ചുറ്റും എല്ലാവരും ഉണ്ടായിട്ടും മനുഷ്യ മനസ്സുകളുടെ കാഴ്ചപ്പാടുകളിൽ എല്ലാം സ്വന്തമെന്ന് തോന്നിയിരുന്നു. എങ്കിലും അവൾക്കറിയാമായിരുന്നു അവൾ ഒറ്റപ്പെട്ടു എന്ന്. സ്വന്തം ദുഃഖങ്ങൾ കേൾക്കുവാൻ, ഒന്ന് ചേർത്ത് പിടിക്കുവാൻ, കാലം ഇത്രയും ചെയ്ത നന്മകൾക്ക് തിരിച്ചൊരു ബഹുമാനവും അംഗീകാരവും ലഭിക്കാത്ത ഈ സ്വന്തം ബന്ധങ്ങളെ സ്വന്തമെന്ന് വിളിക്കുവാൻ ആർക്കുമാവില്ല. അവൾ അലീന തോമസ്. ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. സ്നേഹത്തിനു വേണ്ടി മാത്രം കൊതിച്ച സ്ത്രീ, മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച, ഭർത്താവിനെ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന ആ പാവം പെണ്ണ്. എന്തെല്ലാം കഴിവുകൾ അവൾക്കുണ്ടായിരുന്നു! കാണാനും അതിസുന്ദരിയായിരുന്നു. കുടുംബത്തിനു വേണ്ടിയുള്ള ഒരു കുടുംബിനിയുടെ സഹനം. ആകാശം പോലെ പടുത്തുയർത്തിയ സ്വപ്നങ്ങളൊക്കെയും എവിടെയോ മൺകൂനയായി മാറിയിരിക്കുന്നു. ആ വലിയ വീട്ടിൽ ആരൊക്കെയോ ഉണ്ട്, എന്നാൽ അവൾ ആ വീട്ടിൽ തനിച്ചാണ്. വീടിന്റെ ഓരോ കോണുകളും നിശബ്ദമാണ്. ആ നിശബ്ദത അവളെ കടുത്തൊരു തീരുമാനത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നു. ആർക്കു വേണ്ടി ജീവിതം മാറ്റിവെച്ചോ, ആർക്കു വേണ്ടി സ്വന്തം ഇഷ്ടങ്ങൾ അനിഷ്ടമാക്കി മാറ്റിയോ, എല്ലാറ്റിനോടും വിട പറയുന്നു. ദാ ഇപ്പോൾ കടമകൾക്കും കടപ്പാടുകൾക്കും അവൾ വിരാമമിടുന്നു. കാരണം ഇപ്പോൾ അലീന തോമസ് തീവ്ര പ്രണയത്തിലാണ്. ഈ നിമിഷം അവളേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് അവനെയാണ്. അവൾ ജനാലകൾ തുറന്നിട്ടു. മന്ദമാരുതന്റെ കുളിർക്കാറ്റടിക്കുമ്പോ ആ കാറ്റിന്റെ ചുംബനം ഇന്ന് അവളെ പ്രണയിനിയാക്കുന്നു. സായം സന്ധ്യയിലെ മഴത്തുള്ളികൾ ചെവിയിൽ കിന്നാരം പറയുമ്പോ കുസൃതി കൂട്ടങ്ങൾ എന്ന് മഴയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു. ആകാശം താരാട്ടുപാടുന്നു. ആ പാട്ടിന്റെ ഇണത്തിൽ മേഘങ്ങൾ താളം ചവിട്ടുന്നു. നക്ഷത്രക്കൂട്ടങ്ങൾ വീണ വായിക്കുന്നു. പൂർണ്ണചന്ദ്രൻ അവളെ നോക്കി കണ്ണുറുക്കി ഒരു കള്ളനെ പോലെ. നാണത്താൽ അലീന മുഖം താഴ്ത്തി ഒരു മണവാട്ടിയെ പോലെ. അവളുടെ മനസ്സിൽ ഒരു മഴവില്ല് വിരിഞ്ഞു. ആ മഴവില്ല് പാട്ടു പഠിക്കാൻ ഏറെ ഇഷ്ടമുള്ള അലീനയുടെ കൈവിരലുകൾ ചേർത്ത് പിടിച്ച് സപ്തസ്വരങ്ങൾ മീട്ടുവാൻ പഠിപ്പിക്കുന്നു. പാട്ട് കേട്ടുറങ്ങുവാൻ ഇഷ്ടമുണ്ടായിരുന്ന അവളെ ചീറ്റിക്കുരുവികൾ പാട്ടുപാടി ഉറക്കുന്നു. അവരുടെ പാട്ടിന്റെ താളത്തിൽ അവൾ നിദ്രയിലേക്ക് വഴുതി വീഴുന്നു. അപ്പോഴും അവൾ കാണുന്നു കയ്യെത്തും ദൂരത്തൊരു നിഴൽ, പ്രകാശപൂരിതമായൊരു നിഴൽ. മനസ്സ് ചഞ്ചലപ്പെടുമ്പോഴൊക്കെയും കൈനീട്ടി തൊടുന്ന ഒരു അജ്ഞാതൻ. അവൾ മനസ്സ് തുറന്ന് സംസാരിച്ചു ആ അജ്ഞാതനോട്. ഒരു ദിവസം അവൾ അവനെ കെട്ടിപ്പിടിച്ചു. വിഷമങ്ങളൊക്കെയും പങ്കുവെച്ചു. കാതരമായ ശബ്ദത്തോട് അവൻ സംസാരിക്കുന്നു. ഞാനില്ലേ കൂടെ, മരണം വരെയും ഞാൻ ഉണ്ടാകും, മരണത്തിന് ശേഷവും. അവളുടെ ഒറ്റപ്പെടലിനെ പ്രകാശമാക്കിയ നന്ദകിഷോർ. അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പേരായിരുന്നു നന്ദകിഷോർ. അതുകൊണ്ട് തന്നെ അജ്ഞാതനെ അവൾ നന്ദകിഷോർ എന്ന് വിളിച്ചു. ഏതൊരു യാത്രയിലും പ്രതിസന്ധിയിലും നന്ദകിഷോർ കൂടെയുണ്ട്. അവൻ ഉറക്കം വിളിച്ച് അവൾക്ക് കാവലിരിക്കുന്നു. ഒരു മായാജാലക്കാരനെ പോലെ പ്രകൃതിയിലെ എല്ലാ അനുഗ്രഹങ്ങളും അവളെ കാണിച്ചു കൊടുത്തു. ഇവിടെ അവൾ പ്രണയിക്കുകയാണ്. അവൻ ജീവിതയാത്രയുടെ അവസാനമാണ്. അവളുടെ പ്രണയം സ്വീകരിച്ച അവളെ എല്ലാ അർത്ഥത്തിലും അവളെപ്പോലെ കാണുവാൻ സാധിക്കുന്ന നന്ദകിഷോർ നിശബ്ദമാണ്. ആ നിശബ്ദത അവളെ കൂടുതൽ ആകർഷിക്കുന്നു. അവനിൽ അലിയുവാൻ ആ പ്രണയം ശിരസാൽ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവൻ ശാന്തമാണ്. ഒരിക്കൽ അവന്റെ വിരിമാറിൽ ചേർന്ന് കിടന്ന് അവനോട് അവൾ ചോദിച്ചു, പ്രകൃതിയായി, നിശബ്ദമായി, പ്രകാശമായി എന്നിലേക്ക് കടന്നു വന്ന നിനക്ക് ഞാൻ ഒരു പേരിട്ടു, നന്ദകിഷോർ. അതിനർത്ഥം ആനന്ദഭരിതനായ യുവാവെന്നാണല്ലോ. എന്നാൽ നന്ദുട്ട, നിന്റെ യഥാർത്ഥ പേരെന്താണ്? അവൻ പറഞ്ഞു, പ്രിയേ, ഇനിയും പറഞ്ഞില്ലെങ്കിൽ തീഷ്ണമായി പ്രണയത്തിന്റെ പൊരുൾ ഇല്ലാതെയാവും. അവൻ അലീനയുടെ നെറുകമ്മേൽ അമർത്തി ചുംബിച്ചു പറഞ്ഞു, ഞാൻ മരണം, എന്റെ പേര് മരണം എന്നാണ്. അവൾ മനോഹരമായി പുഞ്ചിരിച്ചു. അവളുടെ മുടിയിഴകളിൽ തലോടി ചോദിച്ചു, എന്തേ, നിനക്ക് ഭയമാകുന്നില്ലേ? നന്ദു, എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ജീവിതയാത്രയിൽ ഭയത്തോടെ ഞാൻ നോക്കി നിന്നപ്പോ പ്രണയത്തോടെ എന്നെ സ്വീകരിച്ച് നിന്നെ ഞാൻ എന്തിനു ഭയക്കണം? എന്നെ നിശബ്ദമായി സ്നേഹിച്ച, കരുതിയ നിന്നോട് അലിയുവാൻ വല്ലാതെ എന്റെ മനസ്സ് കൊതിക്കുന്നു. അന്ധകാരം നിറഞ്ഞ ജീവിതത്തിൽ നീ പ്രകാശം പരത്തി.
എന്റെ കാതുകളിൽ കവിത ചൊല്ലിത്തന്ന എന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പുരുഷന് ഞാനെന്തിനു ഭയക്കണം? നിന്നെ പ്രണയിക്കാൻ തുടങ്ങിയ നാൾ മുതൽ ജീവിതത്തിന്റെ പൂർണ്ണത ഞാൻ മനസ്സിലാക്കുന്നു. അവൻ അവളുടെ വലത് കൈ തന്റെ വലത് കൈയിൽ ചേർത്ത് പിടിച്ചു നടന്നു. പൗർണമി നിലാവ് പോലെ അവൾ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി. എന്നിട്ട് അവൾ ഒരു പ്രകാശ വലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ പ്രകാശ വലയത്തിനുള്ളിൽ അവർ വിവാഹിതരായി. അവൻ നാൾക്കുമുദ്ര മുദ്രമിട്ടു. എന്നിട്ട് അവളുടെ കാതിൽ മന്ത്രിച്ചു, നീ എന്റെ മണവാട്ടി.